സമർപ്പിക്കാം. കണ്ണുകളടയ്ക്കാം. എല്ലാവർക്കും സാധിക്കുമെങ്കിൽ എഴുന്നേറ്റ് നിൽക്കാം. കരുതുന്ന കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ചേർത്ത് ദൈവമേ, അവിടുത്തെ പുത്രനും ഞങ്ങളുടെ രക്ഷകനും നാഥനുമായ യേശുക്രിസ്തുവിന്റെ പരിശുദ്ധ നാമത്തിൽ ഞങ്ങളെ പൂർണ്ണമായി സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ ഏറെ പോരായ്മകള്, കുറവുകൾ വന്നിട്ടുണ്ടെന്ന് ഞങ്ങൾക്കത് ബോധ്യപ്പെട്ടു. ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഞങ്ങളുടെ സ്വന്തം ശക്തിയിൽ പലപ്പോഴും ആശ്രയിച്ചു. എന്നാൽ യേശുവേ, ഞങ്ങൾ പരാജയപ്പെടുകയാണുണ്ടായി. കർത്താവേ, അവൻ ഞങ്ങളെ സ്നേഹത്തോടെ വിളിച്ചറിയി നിർത്തി. ഞങ്ങളുടെ പോരായ്മകളെ ഞങ്ങൾക്ക് പറഞ്ഞു തരാൻ തുടങ്ങിയപ്പോൾ അത് ഞങ്ങളിൽ നിന്ന് മാറിപ്പോകുവാൻ ഇവിടെയായി. അങ്ങോട്ടുള്ള സ്നേഹത്തെ പ്രതി അല്ല, അങ്ങ് ഞങ്ങളെ സ്നേഹിക്കുന്നതിനെ പ്രതി ഞങ്ങൾ വീണ്ടും വീണ്ടും അവിടുത്തെ തിരുസന്നിധിയിൽ വരുവാൻ പ്രേരണയുള്ളവരായി ശക്തരായി മാറി. യേശുവേ, അങ്ങനെ ഞങ്ങൾ വീണ്ടും ഈ മാരാനന്ദ ധ്യാന കേന്ദ്രത്തിൽ ഈ ആഴ്ചയുടെ ഏകദിന ധ്യാന യോഗത്തിലേക്ക് വന്ന് പ്രവേശിച്ചിരിക്കുന്നു. വേറെ ദുഃഖങ്ങളും വേറെ സങ്കടങ്ങളൊക്കെ ഞങ്ങളുടെ ജീവിതത്തിലുണ്ട്. എന്നാൽ ഏറെ അനുഗ്രഹങ്ങളും ഏറെ സന്തോഷങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ കാണുന്നു. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവനെ എന്തിനാണ് തെരുവിൽ നിൽക്കുന്നത്, അകത്തേക്ക് കയറി വരിക എന്ന ആ സ്വരം ഞങ്ങൾ കേട്ട് അങ്ങയുടെ സ്വരമാണെന്ന് തിരിച്ചറിഞ്ഞ് ഞങ്ങളിതാ ഈ ധ്യാനകേന്ദ്രത്തിന്റെ അകത്ത് കടന്നു വന്നിരിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ട വിഭവങ്ങൾ ഒരുക്കി ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പരിശുദ്ധ നോമ്പുകാലം ഞങ്ങൾക്ക് ഞങ്ങളുടെ ബോധ മനസ്സിനെ തെളിയുന്നതാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശക്തമായി ഞങ്ങളെ കഴുകി വിശദീകരിച്ച് അനുഗ്രഹത്തിന്റെ ഉറവിടമാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകളാലും ഐശ്വര്യങ്ങളാലും അനുഗ്രഹങ്ങളാലും നിറയ്ക്കണമെന്ന് യേശുവിന്റെ പരിശുദ്ധ നാമത്തിൽ ചോദിക്കുന്നു. കൃപയുടെ ഘട്ടത്തിൽ നിർമ്മാണമേ. എല്ലാവർക്കും ചേർന്നിരിക്കാം. അല്പസമയം നമുക്ക് ദൈവ വചനത്തിൽ നിന്നാണ് ഇന്ന് ചിന്തിക്കുവാനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം ശുദ്ധമുള്ള മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 24 മുതൽ 34 വരെ വാക്യം ഞാൻ വായിക്കാം. നിങ്ങൾ ശ്രദ്ധയോടുകൂടി ഇരിക്കുക. ശുദ്ധമുള്ള മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 24 മുതൽ 34 വരെ തിരുവചനം. 2 യജമാനന്മാരെ സേവിക്കാൻ ആർക്കും സാധിക്കുകയില്ല. ഒന്നുകിൽ ഒരുവനെ ദ്വേഷിക്കുകയും അപരനെ സ്നേഹിക്കുകയും ചെയ്യും, അല്ലെങ്കിൽ ഒരുവനെ ബഹുമാനിക്കുകയും അപരനെ നിന്ദിക്കുകയും ചെയ്യും. ദൈവത്തെയും മാമോനെയും സേവിക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല. ഞാൻ നിങ്ങളോട് പറയുന്നു, എന്ത് ഭക്ഷിക്കും, എന്ത് പാനം ചെയ്യുമെന്ന് ജീവനെക്കുറിച്ചോ എന്ത് ധരിക്കുമെന്ന് ശരീരത്തെക്കുറിച്ചോ നിങ്ങൾ ഉത്കണ്ഠാകുലരാകേണ്ട. ഭക്ഷണത്തേക്കാൾ ജീവനും വസ്ത്രത്തേക്കാൾ ശരീരവും ശ്രേഷ്ഠമല്ലേ? ആകാശത്തിലെ പക്ഷികളെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ ശേഖരിക്കുന്നില്ല. എങ്കിലും നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് അവയെ തീറ്റിപ്പോറ്റുന്നു. അവയേക്കാൾ എത്രയോ വിലപ്പെട്ടവരാണ് നിങ്ങൾ. ഉത്കണ്ഠ മൂലം ആയുസ്സിന്റെ ദൈർഘ്യം 1 മുഴമെങ്കിലും കൂട്ടാൻ നിങ്ങളിൽ ആർക്കെങ്കിലും സാധിക്കും. വസ്ത്രത്തെ പറ്റി നിങ്ങൾ എന്തിന് ആകുലരാകുന്നു? വയലിലെ ലില്ലികൾ എങ്ങനെ വളരുന്നു എന്ന് നോക്കുക. അവ അധ്വാനിക്കുന്നില്ല, നൂൽ നൂൽക്കുന്നുമില്ല. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, സോളമൻ പോലും തന്റെ സർവമഹത്വത്തിലും ഇവയിലൊന്നിനെ പോലെ അലങ്കൃതനായിരുന്നില്ല. ഇന്നുള്ളതും നാളെ അടുപ്പിലെറിയപ്പെടുന്നതുമായ പുല്ലിനെ
ദൈവം ഇപ്രകാരം അലങ്കരിക്കുന്നെങ്കിൽ അല്പവിശ്വാസികളെ, നിങ്ങളെ അവിടുന്ന് എത്രയധികം അലങ്കരിക്കുകയില്ല. അതിനാൽ എന്തു ഭക്ഷിക്കും, എന്ത് പാനം ചെയ്യും, എന്ത് ധരിക്കുമെന്ന് വിചാരിച്ച് നിങ്ങൾ ആകുലരാകേണ്ട. വിജാതീയരാണ് ഇവയെല്ലാം അന്വേഷിക്കുന്നത്. നിങ്ങൾക്കിവയെല്ലാം ആവശ്യമാണെന്ന് നിങ്ങളുടെ സ്വർഗീയ പിതാവ് അറിയുന്നു. നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക, അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. അതിനാൽ നാളെക്കുറിച്ച് നിങ്ങൾ ആകുലരാകരുത്. നാളത്തെ ദിനം തന്നെ അതിനെക്കുറിച്ച് ആകുലപ്പെട്ടുകൊള്ളും. ഓരോ ദിവസത്തിനും അതതിൻ്റെ ക്ലേശം മതി. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. തിരുവചനത്തിലേക്ക് നമുക്ക് ശ്രദ്ധിക്കാം. വായിച്ച് കേട്ടു. ശുദ്ധമുള്ള മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 24 മുതൽ 34 വരെ വാക്യങ്ങൾ. അതേ ഭാഗത്ത് ഈ വചനം തന്നെ ശുദ്ധമുള്ള ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം 22 മുതൽ 34 വരെയുള്ള തിരുവചനങ്ങൾ ചേർന്ന് പ്രാർത്ഥിച്ച് നമുക്ക് അല്പസമയം ധ്യാനിക്കാം. ഒരു വാക്കുകൂടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വിശുദ്ധ വചനങ്ങളുടെ പൊരുൾ ഞങ്ങൾക്ക് തിരിച്ചു തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ സാന്നിധ്യമില്ലാതെ, അവിടെ നൽകിയിരിക്കുന്ന ജ്ഞാനമില്ലാതെ ഞങ്ങൾക്കൊന്നും സാധ്യമല്ല. അടുത്ത കൽപ്പനയാൽ ഞങ്ങളെ ബലപ്പെടുത്തണമേ, സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെല്ലാവരും ദുർവാസമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകളാലും അനുഗ്രഹങ്ങളാലും നിറയ്ക്കണമേ. ഹല്ലേലൂയ. എല്ലാവരെയും ഒരിക്കൽ കൂടെ ഈ തിരുവചനത്തിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. പാട്ടുപാടി നമ്മളെ ഇന്ന് ആരാധനയുടെ അന്ത്യത്തിലേക്ക് നയിക്കുന്ന ഇത്രയും സ്നേഹം നിറഞ്ഞ എല്ലാ സഹോദരനെയും, ഇന്ന് നമുക്ക് ഒരു പ്രസംഗം കൂടി നമ്മൾ ക്രമീകരിച്ചുകൊണ്ട് അത് പ്രസംഗിക്കാനായിട്ട് വരുന്നത് എത്രയും സ്നേഹം നിറഞ്ഞ ജോർജ് ചുണ്ടക്കാടൻ അച്ഛനാണ്. അച്ഛനെയൊക്കെ ഓർത്ത് നന്ദി പറയുന്നു. ഏറെ സ്നേഹത്തോടെ എല്ലാവരെയും ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്യുക. ഇവിടെയുള്ളവരെ, കഴിഞ്ഞ ദിവസത്തെ നമ്മുടെ കൺവെൻഷനിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു, യേശു ക്രിസ്തു ഈ നമ്മളോട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഈ ഭൂമിയിൽ എന്തിനെ കുറിച്ചും അല്ലെങ്കിൽ എങ്ങനെ ജീവിക്കുന്നതിനെ കുറിച്ചൊന്നും ഉത്കണ്ഠപ്പെടേണ്ട. അതുകൊണ്ട് നമ്മൾ ഒരു കാര്യം മാത്രം ചിന്തിക്കുക, സമ്പത്ത് നമ്മൾ ഉപേക്ഷിക്കാനായിട്ട് തീരുമാനിക്കണമെന്ന് പറഞ്ഞു. എത്ര പേർക്ക് മനസ്സിലായി എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കഴിഞ്ഞ ദിവസം എടുത്ത ക്ലാസ് ആർക്കെങ്കിലും മനസ്സിലായി കാണോ? മുതലാളിത്തത്തിനെതിരെയാണെന്ന് പറഞ്ഞു നമ്മുടെ ക്രൈസ്തവ ജീവിതം. എന്തിനെതിരെയാ? മുതലാളിത്തത്തിനെതിരെയാണ് ക്രൈസ്തവ ജീവിതം എന്ന് പറയാനുള്ള കാരണം ഈ വേദപുസ്തകം വായിക്കുന്നത് കൊണ്ടാണ്. നമ്മൾ മുതലാളിത്തത്തിന് അനുകൂലവുമാണ്, ദൈവത്വത്തിനും അനുകൂലമാണ്. നമുക്ക് രണ്ടും വേണമെന്നാണ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം. അങ്ങനെയാണ് നമ്മൾ പഠിച്ചു വച്ചിരിക്കുന്നത്. പക്ഷെ യേശു പറയുന്നു അങ്ങനെ രണ്ടും പറ്റൂല. ഒന്നും കൂടി ശ്രദ്ധിച്ച് നോക്കാം. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 24-ാമത്തെ വാക്യം. രണ്ട് യജമാനന്മാരെ സേവിക്കാൻ ആർക്കും സാധിക്കുകയില്ല. ഒന്നുകിൽ ഒരുവനെ ദ്വേഷിക്കുകയും അവരനെ സ്നേഹിക്കുകയും ചെയ്യും, അല്ലെങ്കിൽ ഒരുവനെ ബഹുമാനിക്കുകയും അവരനെ നിന്ദിക്കുകയും ചെയ്യും. ദൈവത്തെയും മാമോനെയും സേവിക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല. പ്രിയമുള്ളവരെ, യേശുക്രിസ്തു സമ്പത്തിന് വ്യക്തിത്വം കൽപ്പിച്ചുകൊണ്ട് മാമോൻ എന്ന പദമാണ് മൂലഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്നതാണ് പിതാക്കന്മാർ പഠിപ്പിക്കുന്നത്. ബൈബിൾ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നതാണ്. മാമോൻ എന്ന് പറഞ്ഞാൽ സമ്പത്താണ്. സമ്പത്തിന് വ്യക്തിത്വം കൽപ്പിച്ചിരിക്കുക. സമ്പത്തിന് വ്യക്തിത്വം കൽപ്പിച്ചിരിക്കുന്നത് മനസ്സിലായോ? സമ്പത്ത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു നെടുന്തൂണായി നിൽക്കുകയാണ്.
നമുക്കൊരു വ്യക്തിത്വമുള്ളതുപോലെ തന്നെ നമ്മളെ ഭരിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയായി ആര് നിൽക്കുന്നു? സമ്പത്ത് നിൽക്കുന്നു. അപ്പൊ ആ സമ്പത്തിന്റെ പിന്നിൽ ആരായിരിക്കാം വ്യക്തിത്വമായിട്ട് നിൽക്കുന്നേ? സാത്താൻ. അതുകൊണ്ടാണ് യേശുവിനെ മരുഭൂമിയിലെ പരീക്ഷയിലേക്ക് ദൈവം സാത്താനാൽ പരീക്ഷിക്കപ്പെടുവാൻ അയക്കുകയും അവിടെ ചെന്നപ്പോൾ സാത്താൻ ദൈവത്തോട്, യേശുവിനോട് പറഞ്ഞു, ഈ കാണുന്ന സമ്പത്തെല്ലാം എൻ്റെ അധീനതയിലാണ്, നീ എന്നെ കുമ്പിട്ട് ആരാധിക്കുകയാണെങ്കിൽ ഞാൻ നിനക്ക് തരുമെന്ന്. അതുകൊണ്ട് സാമ്പത്തിക വളർച്ചയ്ക്ക് വേണ്ടുന്നതായിട്ടുള്ള എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ചെയ്യണല്ലേ? ശരിയല്ലേ? സാത്താൻ പറയുന്ന എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത്, നമ്മുടെ വീടിന്റെ വാതിൽ അങ്ങോട്ട് വെച്ചാൽ ഐശ്വര്യം ഉണ്ടാകും, ഇങ്ങോട്ട് വെച്ചാൽ ഐശ്വര്യം ഉണ്ടാകും, അവിടെ വെച്ചാൽ ഐശ്വര്യമുണ്ട്, ആ മരം അതിന്റെ മുമ്പിൽ നിൽക്കുകയാണെങ്കിൽ ഐശ്വര്യം ഉണ്ടാകും, ഈ മരം ഇവിടെ നിൽക്കുകയാണെങ്കിൽ ഐശ്വര്യം ഉണ്ടാകും, അടുക്കള ആ ഭാഗത്തിരിക്കുകയാണെങ്കിൽ ഐശ്വര്യം ഇല്ലേ? നമ്മുടെ സാമ്പത്തിക ഐശ്വര്യത്തിന് വേണ്ടി നമ്മൾ കേൾക്കുന്ന കാര്യങ്ങളൊക്കെ സത്യത്തിൽ ആരുടെ കയ്യിൽ നിന്നാണ്? സാത്താന്റെ കയ്യിൽ നിന്ന്. ഈ തിരിച്ചറിവ് നമുക്കില്ല. അതുകൊണ്ട് നമ്മൾ സമ്പത്തിനെ സേവിക്കുന്നു, അല്ലേ? ശരിയല്ലേ? സമ്പത്ത് എന്നൊക്കെ പറഞ്ഞാൽ എത്ര ബഹുമാനത്തോടു കൂടി നമ്മൾ കൈകാര്യം ചെയ്യണല്ലേ? ആണോ? ഒക്കെ പറഞ്ഞേ. സമ്പത്തേക്ക് നമ്മൾ പേടിക്കുകയാണ്. ശരിയല്ലേ? സമ്പത്തൊന്നും നമ്മുടെ കയ്യിലില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മരിക്കാൻ വരെയുള്ള ചിന്തയോ അല്ലേ? ശരിയല്ലേ? സമ്പത്തില്ല എന്ന് പറഞ്ഞാൽ ആത്മഹത്യ ചെയ്യുന്നതിന്റെ കാരണം എന്താ? കടബാധ്യത വന്നയാൾ ആത്മഹത്യ ചെയ്യുന്നതിന്റെ കാരണം എന്താ? സമ്പത്തില്ല എന്ന് പറഞ്ഞാൽ പേടിയാണ്. ശരിയല്ലേ? നിങ്ങളിവിടെ ഇരിക്കുന്ന പ്രായമായവർക്ക് ചിന്തിച്ച് നോക്കി, നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ മക്കൾക്ക് സ്വത്തൊക്കെ എഴുതി വെച്ചതാണെങ്കിൽ നിങ്ങൾക്ക് ആദ്യം ഉണ്ടാവും. സ്വത്ത് എഴുതി വെച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ രണ്ടു വട്ടം എഴുതി ആലോചിക്കും, ഇപ്പൊ കൊടുക്കണോ? ശരിയല്ലേ? ഇല്ല. ശരിയാണ് ഉറക്കം പറയുന്നത്. അപ്പോ ഇപ്പൊ കൊടുക്കണോ വേണ്ടിയോ, കൊടുത്തത് തെറ്റായി പോയോ, ആരെങ്കിലും ഒക്കെ ഉപദേശിക്കുക. അന്ന് ഞാൻ പറഞ്ഞതാകും, ഇപ്പൊ ഒത്തിരി കൊടുക്കണ്ട. ഇങ്ങനെ നമ്മൾ സമ്പത്തിന് ഭയപ്പെട്ടു പോവുകയാണ്. അതുകൊണ്ട് യേശു പറയുകയാണ്, എന്ത് ഭക്ഷിക്കും, എന്ത് പാനം ചെയ്യുമെന്ന് ജീവനെ കുറിച്ചോ എന്ത് ധരിക്കുമെന്ന് ശരീരത്തെക്കുറിച്ചോ നിങ്ങൾ ഉത്കണ്ഠാകുലരാകേണ്ട. ഭക്ഷണത്തേക്കാൾ ജീവനും വസ്ത്രത്തേക്കാൾ ശരീരവും ശ്രേഷ്ഠമല്ല. ഈ വാക്കുകൾ നമ്മൾ വിശ്വസിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെടും. നമ്മൾ വിശ്വസിക്കുന്നു എന്ന് ചുമ്മാ പറയണതാ. ഒന്നും നമ്മൾ വിശ്വസിക്കണില്ല. മനസ്സിലായില്ല? നമ്മളൊന്നും വിശ്വസിക്കുന്നില്ല. നമ്മൾ പലതും വിശ്വസിക്കുന്നുണ്ട്, പക്ഷെ യേശുക്രിസ്തു പറഞ്ഞ കാര്യങ്ങൾ ഒന്നും തന്നെ വിശ്വസിക്കുന്നില്ല. നമ്മള് കുർബാന അനുഭവിക്കുമ്പോൾ 2 വരി പാടുന്ന ഒരു നീളമുള്ള ഒരു ഗീതമാണ് ചൊല്ലുന്നത്. ഉടയോൻ അരുൾ ചെയ്തു. അതാ പാട്ടിലിങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് ഒരു 2 വരിയുണ്ടെന്ന്. എന്നെ വിശ്വാസ ശ്രുതിയോട് കൈക്കൊണ്ട് കൽപ്പന പാലിച്ചാൽ അവരിൽ സ്നേഹിതരാ. എന്തെങ്കിലും വിശ്വസിച്ചു കുർബാന അനുഭവിക്കുന്നു. എന്നെ വിശ്വാസത്തോടുകൂടി വിശുദ്ധിയോടുകൂടി സ്വീകരിച്ച് എന്റെ കൽപ്പനകൾ പാലിച്ചാൽ അവരെന്റെ സ്നേഹിതരാണെന്ന് യോഹന്നാന്റെ സുവിശേഷത്തിൽ എഴുതിയിരിക്കുന്ന വേദഭാഗം സഭാപിതാക്കന്മാർ നമുക്ക് വിശുദ്ധ കുർബാന അനുഭവത്തിന്റെ സമയത്ത് ഗീതമായി നൽകി. എന്ന് പറഞ്ഞാൽ അതൊരു ആഹ്വാനമാണ്. ഈ വിശുദ്ധ കുർബാന നിങ്ങൾക്ക് അനുഭവിക്കാനുള്ള യോഗ്യത ഈ കർത്താവിന്റെ കൽപ്പനകളെ അനുസരിക്കുന്നതാണ്. യേശുവിന്റെ കൽപ്പനകളെ അനുസരിക്കുന്നതാണ്. ആ കൽപ്പനകൾ അനുസരിച്ച് വിശുദ്ധിയിൽ ജീവിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഈ സമ്പത്തിനോട് പറ്റിച്ചേർന്ന് നിൽക്കാൻ പറ്റും?
നമ്മുടെ ഹൃദയം ആരോട് പറ്റിച്ചേർന്ന് നിൽക്കണം? യേശുവിനോട് പറ്റിച്ചേർന്ന്. യേശുവിനോട് പറ്റിച്ചേർന്ന് നോക്കുമ്പോൾ യേശു പറയാണ്, നിങ്ങൾ ഉത്കണ്ഠാകുലരാകേണ്ട. എന്തിനു വേണ്ടി? എന്ത് ഭക്ഷിക്കും? ഒരാൾക്ക് ഷുഗർ വന്നു, ചെറുപ്പക്കാരനാണ്, ഒരു 32-33 വയസ്സുള്ളൂ. ഷുഗർ കൂടിക്കഴിഞ്ഞപ്പോ ഓട്സ് കഴിക്കാനായിട്ട് തീരുമാനമെടുത്തു. ഓട്സ് ആണെങ്കിൽ അത് വെന്ത് വന്നപ്പോൾ, തിളപ്പിച്ച് വന്നപ്പോൾ ആകെ കുഴമ്പ് പോലെയായിരുന്നു. അപ്പൊ അത് കഴിച്ചപ്പോ ഇദ്ദേഹത്തിന് അകത്തേക്ക് ഇറങ്ങുള്ള, പുറത്തേക്ക് വരാൻ പറ്റാത്ത സ്ഥിതിയിൽ ഒന്ന് വെറുപ്പോട് കൂടി ഈ ആളിത് കഴിക്കണേ. അപ്പൊ തൊണ്ടയിൽ തടഞ്ഞു ഈ സംഭവം. അദ്ദേഹം അത് പുറത്തേക്ക് തുപ്പി കളഞ്ഞിട്ട് പറഞ്ഞു, എന്റെ ദൈവമേ, കന്നാലിക്ക് ഇതിനേക്കാൾ നല്ല ജീവിതമാണല്ലോ എന്ന് പറഞ്ഞു. മനസ്സിലായാലും? കാരണം എന്താ? കന്നാലിക്ക് തൊണ്ടയിൽ തടയാതെ അതിന്റെ ഉടമസ്ഥര് കൃത്യമായിട്ട് കുടച്ചു വെച്ച് പാകത്തിന് ചേർത്ത് ഒക്കെ കൊടുക്കും. അപ്പൊ ഇദ്ദേഹം അങ്ങനെ പറയാൻ കാരണം എന്താണ്? ഇദ്ദേഹത്തിന് അത് പാകം ചെയ്ത് കിട്ടിയില്ല. അദ്ദേഹത്തിന്റെ വീട്ടിലെ കന്നാലിക്ക് പോലും എന്ത് കിട്ടും? നല്ല പാകത്തിന് കിട്ടും. നല്ല ഭക്ഷണം നല്ല പാകത്തിന് കിട്ടും. അപ്പൊ ഇദ്ദേഹം പറയണ, കന്നാലിക്ക് പോലും എന്നേക്കാൾ നല്ല ജന്മമാണല്ലോ കിട്ടിയത്. സത്യത്തിൽ ഇതൊക്കെ നമ്മളോരോരുത്തരുമാണ് അല്ലേ? ഞാനൊരാളെന്ന് അങ്ങനെ പറഞ്ഞതോളാം, ഞാനായിട്ട് കൂട്ടുക നിങ്ങൾ. അപ്പൊ പ്രിയമുള്ളവരെ, എന്ത് ഭക്ഷിക്കുമെന്ന് ശരീരത്തെക്കുറിച്ച് ഉത്കണ്ഠ വേണം. എന്ത് ധരിക്കുമെന്ന്. സത്യത്തിലെ കുടുംബത്തെ എന്നും ബഹളം ഈ രണ്ടു കാര്യത്തെ കുറിച്ചല്ല. ഇനി ഇവിടെ ഒരു സാധനം ഇല്ലായിരുന്നോ? ഇനി ഇവിടെ ഒരു സാധനവും ഒരു സാധനം ഇടാനില്ല. ഇട്ടിട്ട് അപ്പൊ ഇന്നാളല്ലേ മേടിച്ചത്, അത് ഇട്ടിട്ട് ദിവസം ഇടുകയല്ലേ, അതിന്റെ കളറ് പോയി, അത് പോയി, ഇത് പോയി. ഇടാനുമില്ല, തിന്നാനുമില്ല, കുടിക്കാനില്ല. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഈ കേരളം പോലെയുള്ള ഒരു വികസിത സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ വ്യാപാരം നടക്കുന്ന 2 വസ്തുക്കളാണ് വസ്ത്രവും ഭക്ഷണവും. മുട്ടിനാണ്, ശരിയല്ലേ? മുട്ടിന് നമ്മളൊക്കെ വസ്ത്രം ധരിച്ചിട്ട് കൊടുക്കാനുണ്ടെന്ന് പറയുന്നു. എന്നോടൊക്കെ ആളുകൾ വിളിച്ചു പറയുന്നത് ഒട്ടും മുഷിഞ്ഞിട്ടില്ല എന്ന് പറയുന്നത്. എടുക്കുമെന്ന് ഉറപ്പ് തരികയാണെങ്കിൽ ഒന്ന് തേച്ചു കൊണ്ടുവരാമെന്ന്. കാരണം എടുക്കൂല്ലെങ്കിൽ പിന്നെ തേപ്പിന്റെ കാശ് കളയണ്ടല്ലോ. പറഞ്ഞു മനസ്സിലായോ? ഒട്ടും മുഷിഞ്ഞിട്ടില്ല. ഞാനിങ്ങനെ എന്നോട് തന്നെ ചോദിക്കാറുണ്ട്, ഒട്ടും മുഷിഞ്ഞിട്ടില്ലെങ്കിൽ അവർക്കിടാൻ പാടില്ലായിരുന്നോ? ഇല്ല, അവർക്കിടാൻ പറ്റില്ല. കാരണം അവർ വസ്ത്രം എടുത്തു കഴിയുമ്പോൾ 1 മാസം കഴിഞ്ഞു, 2 മാസം കഴിഞ്ഞു, ഒരു പാർട്ടിക്ക് വേണ്ടി എടുത്താണ്. ഇതെല്ലാം കഴിഞ്ഞപ്പോൾ അതിലേക്ക് നോക്കുമ്പോ ഒരു ഉത്കണ്ഠ, ഇത് ഇനി എനിക്ക് ചേരൂല. എന്നാൽ ഇത് ഏതെങ്കിലും ഭിക്ഷക്കാരന് ചേരും, ഇത് ഏതെങ്കിലും ആദിവാസിക്ക് ചേരും, ഇത് ഏതെങ്കിലും ഒരു മാനസിക രോഗിക്ക് ചേരും. കളയണ്ട. അപ്പൊ 2 സന്തോഷം. ഒന്ന്, ആർക്കോ കൊടുത്തതിന്റെ സന്തോഷവും പുതിയത് വാങ്ങിയതിന്റെ സന്തോഷം. സത്യത്തില് ഇങ്ങനെയൊക്കെ നമ്മൾ ജീവിച്ച് ഈ കൽപ്പനയൊക്കെ എന്നിട്ട് ഈ കൽപ്പനയൊക്കെ പാലിച്ച ആളുകളെ എന്നിട്ട് ഒരു കുറവുമില്ല, എല്ലാം സുഭിക്ഷമാണെന്നൊക്കെ പറയുമ്പോൾ സത്യത്തില് നമ്മൾ ആ മറ്റേ പുള്ളിയുടെ ആളായിട്ടാണ് നിലനിൽക്കുന്നത്. ഏത് പുള്ളിയുടെ? മാമോന്റെ മനസ്സിലായി? മാമോൻ എന്ന് പറഞ്ഞാൽ സാത്താൻ, ധനം. അപ്പൊ ഇവിടെ ആകാശത്തിലെ പക്ഷികളെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ ശേഖരിക്കുന്നില്ല, എങ്കിലും നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് അവയെ തീറ്റിപ്പോരുന്നു. അവയേക്കാൾ എത്രയോ വിലപ്പെട്ടവരാണ് നിങ്ങൾ. ആ പ്രിയമുള്ളവരെ, ഈ ഭാഗങ്ങള്
നിങ്ങൾ ബാക്കിയുള്ളത് വീട്ടിൽ ചെന്നിട്ട് വായിച്ചു പോവുക. കുറച്ച് വചനങ്ങൾ കൂടി ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാമെന്ന് ആഗ്രഹിക്കുക. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഏതായാലും മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തുകൊണ്ടാണ് ഈ യേശുക്രിസ്തു ഈ മുതലാളിത്തത്തിന് എതിരെ നിൽക്കാൻ കാരണമായത്? സമ്പന്നതയുടെ എതിരാണല്ലോ ദാരിദ്ര്യം. അപ്പൊ ആ ദാരിദ്ര്യം യേശു തിരഞ്ഞെടുക്കാൻ കാരണം എന്തായതാണ് എന്റെ ചോദ്യം. ഞാൻ യേശുവിനോട് ചോദിച്ചപ്പോൾ യേശു എനിക്ക് ഈ വചനങ്ങളൊക്കെ പറഞ്ഞു തന്നെ. അതുകൊണ്ട് ഞാൻ കഴിഞ്ഞ ആഴ്ച നിങ്ങളോട് പറഞ്ഞു, ഞാൻ മുതലാളിക്കെതിരല്ല, മുതലാളിനെ ഒന്നും കൊന്നു കളയണമെന്ന് എനിക്ക് യാതൊരു താല്പര്യമില്ല, അവരെ സ്നേഹിക്കണമെന്നാണ് എന്റെ വിചാരം. പക്ഷെ ഞാൻ മുതലാളിത്തത്തിന് എതിരാണ്. കാരണം എന്താണ്? എന്നെ വീണ്ടെടുത്ത, എന്നെ രക്ഷിച്ച എൻ്റെ രക്ഷകൻ എന്ന ആദരമായ യേശു ക്രിസ്തു അതിനെതിരാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ നിങ്ങൾ ചോദിക്കും, പഴയ നിയമത്തിലേക്കൊക്കെ നമ്മൾ വായിച്ചു കഴിയുമ്പോൾ എത്രയോ സമ്പന്നരാണ് ബൈബിളിൽ പരിചയപ്പെടുന്നത്. അബ്രഹാമിന് ആടുമാടുകൾ ഉണ്ടായിരുന്നു. പഴയ നിയമത്തിലെ പ്രവാചകന്മാരും പുരോഹിതന്മാരും സകലർക്കും ധാരാളം സമ്പത്തുണ്ടായിരുന്നു. പിന്നെ എന്തുകൊണ്ട് നമുക്ക് സമ്പത്ത് കൈകാര്യം ചെയ്തുകൂടാം എന്നൊരു ചോദ്യം നിങ്ങൾക്ക് വരാൻ സാധ്യത. നിങ്ങൾക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് ചിന്തിക്കുന്നവർക്ക് വരാൻ സാധ്യതയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ലൂക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 16-17 വാക്യങ്ങൾ എടുക്കാം. അതിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നത് ഞാൻ വായിക്കാം, നിങ്ങൾ ശ്രദ്ധിക്കാം. നിയമവും പ്രവാചകന്മാരും യോഹന്നാൻ വരെയായിരുന്നു. അതിനുശേഷം ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നു. എല്ലാവരും ബലം പ്രയോഗിച്ച് അതിൽ പ്രവേശിക്കും. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. കണ്ണുകളൊന്ന് ഉയർത്തി ഇങ്ങോട്ട് നോക്കി. നിയമവും പ്രവാചകന്മാരും യോഹന്നാൻ വരെയായിരുന്നു. മനസ്സിലാക്കി പോണം. നിയമവും പ്രവാചകന്മാരും യോഹന്നാൻ വരെയായിരുന്നു. അതിനുശേഷം ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നു. എല്ലാവരും ബലം പ്രയോഗിച്ച് അതിൽ പ്രവേശിക്കുന്നു. ഹല്ലേലൂയ, ദൈവത്തിന് മഹത്വം. മനസ്സിലായോ? നിയമവും പ്രവാചകന്മാരെന്ന് പറഞ്ഞാൽ പഴയ നിയമം. അതെല്ലാം എവിടെ വരെയായിരുന്നു? ഏത് യോഹന്നാൻ? യോഹന്നാൻ 2. സ്നാപയോഹന്നാൻ വരെയായിരുന്നു. ഇപ്പോൾ എന്ത് ചെയ്യുന്നു? എല്ലാവരും ബലം പ്രയോഗിച്ച് ഈ ദൈവരാജ്യത്തിലേക്ക് കടക്കാൻ നോക്കുന്നു. ഇപ്പോൾ മുതൽ ദൈവരാജ്യം പ്രസംഗിക്കപ്പെടുന്നു. അപ്പൊ യോഹന്നാൻ കഴിഞ്ഞപ്പോൾ പിന്നെ പ്രസംഗിച്ചതാരാ? സ്നാപയോഹന്നാന്റെ പ്രസംഗം കഴിഞ്ഞ ഉടനെ പ്രസംഗിച്ചതാരാ? യേശുക്രിസ്തു. യേശുക്രിസ്തു എന്തിനെ കുറിച്ചാണ് പ്രസംഗിച്ചത്? ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. അപ്പൊ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുന്നു. അപ്പൊ സുവിശേഷത്തിൽ വിശ്വസിക്കുമ്പോൾ, സുവിശേഷത്തിൽ വിശ്വസിക്കുന്ന നമുക്ക് എന്ത് വേണം? ഇവിടെ ശ്രദ്ധിക്കും. നിങ്ങളെ മുഖത്തേക്ക് നോക്കിയാലാണ് നിങ്ങൾക്ക് അത് മനസ്സിലാവുക. നിങ്ങൾ ബൈബിൾ വായിച്ചുകൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഈ കാറ്റിന് താളം മറഞ്ഞു പോകും. പിന്നെ അത് തന്നെയാണ് നോക്കി. ഇത് പ്രസംഗവും കേട്ടില്ല, വായന പൂർത്തിയായി. യോഗം നന്നായിരുന്നു എന്ന് ചോദിച്ചാൽ മനോഹരായിരുന്നു. മുഖത്തേക്ക് നോക്കി ഈ വചനത്തിന്റെ ശ്രദ്ധയെ അല്ലെങ്കിൽ വചനത്തിന്റെ ആ ശബ്ദത്തെ നമ്മളത് വ്യക്തമായി ശ്രദ്ധിക്കാൻ കഴിയും. അപ്പൊ ദൈവരാജ്യം യേശുക്രിസ്തു പ്രസംഗിക്കുമ്പോൾ യേശുക്രിസ്തുവിനെ ശ്രദ്ധിക്കണമെന്ന് യേശു പറയുന്നു. മാത്രമല്ല, യേശുക്രിസ്തു പ്രസംഗിച്ച വചനം അത് ആർക്കെങ്കിലും ജീവിക്കണമെങ്കിൽ അയാള് ബലം പ്രയോഗിക്കണമെന്ന്. ആരോട്? ലോകത്തോടും സാത്താനോടും ബലം പ്രയോഗിക്കണം എന്ന് പറഞ്ഞാൽ അയാളുടെ ഉള്ളിലിരിക്കുന്ന ആ ധനമോഹത്തോട് തന്നെ അയാൾ ബലം പിടിക്കണം. മനസ്സിലായോ? നമ്മൾ ചില മദ്യപാനം നിർത്തുന്ന ചേട്ടന്മാര്
മദ്യപാനം നിർത്തി കഴിയുമ്പോൾ നമുക്ക് സന്തോഷമാകും. കുറച്ച് കഴിയുമ്പോൾ വീണ്ടും കുടിച്ചെന്ന് പറയുമ്പോൾ നമുക്കെന്ത് തോന്നും, ശരിടാ പിന്നെ ആ പുള്ളി വീണു. ഇതുപോലെ തന്നെ ഒരു ലഹരിയാണ് ഈ സമ്പത്തും. എപ്പോ കൈ കിട്ടുന്നോ അന്നേരം ഭയങ്കര സന്തോഷം ഉണ്ടാവും. എപ്പോ കയ്യിലില്ലാതെ വരുന്നോ അപ്പോൾ ഭയങ്കരമായിട്ടുള്ള ദുഃഖമുണ്ടാവും. മനസ്സിലായോ? അപ്പൊ സന്തോഷിപ്പിക്കാനും ദുഃഖിപ്പിക്കാനും മതിയായ ഒരു വസ്തുവാണ് സമ്പത്ത്. അതുകൊണ്ട് ഇതിനോട് ബലം പ്രയോഗിക്കണമെന്ന് പറയാം. അപ്പൊ അതുകൊണ്ട് പഴയ നിയമത്തിലെ ഒരു ജീവിതമല്ല ക്രിസ്ത്യാനികളുടെ ജീവിതം, പുതിയ നിയമത്തിലെ ജീവിതം. അപ്പൊ പഴയ നിയമം എന്തിനാണ് നമ്മൾ വായിക്കുന്നതും പ്രസംഗിക്കുന്നതെന്ന് ചോദിച്ചാൽ, പഴയ നിയമത്തിൽ യേശു പറയാണ് എമ്മാവുസിലേക്ക് പോയ ശിഷ്യന്മാരോട്, പ്രവാചകന്മാരും ഉൽപ്പത്തി മുതൽ പ്രവാചക ഗ്രന്ഥങ്ങളിലും പിന്നെ സങ്കീർത്തന പുസ്തകങ്ങളിലും എന്നെ കുറിച്ച് എഴുതിയിട്ടില്ലേ, അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന യേശുവിനെ കുറിച്ച് എഴുതിയിട്ടില്ലേ? അപ്പൊ പഴയ നിയമം നിഴലായി നിലനിൽക്കുന്നു. ആരെ കുറിച്ച് എഴുതിയിരിക്കുന്ന? യേശുവിനെ കുറിച്ച് എഴുതിയിരിക്കുന്ന നിഴലായി നിൽക്കുന്നു. എന്നാൽ പുതിയ നിയമം യേശുക്രിസ്തു നമുക്ക് ജീവിച്ചു കാണിച്ചു തന്നത് നമ്മൾ ജീവിക്കാനായി നമ്മുടെ മുമ്പിൽ മുഴുവനായി പൂർണ്ണമായി നിൽക്കുന്നു. അപ്പോൾ പഴയ നിയമത്തിലെ ആളുകൾ ദൈവജനവും പുതിയ നിയമത്തിലെ ആളുകൾ ദൈവമക്കളും. ഹല്ലേലൂയ. അപ്പൊ ശരിയായ അർത്ഥത്തിൽ കുടുംബജീവൻ നയിക്കുന്ന ഒരപ്പൻ മക്കൾക്ക് വേണ്ടി സമ്പാദിക്കുകയാണോ, അത് അപ്പന് വേണ്ടി മക്കൾ സമ്പാദിക്കുകയാണോ? ഏതായാലും ചിന്തിച്ചു. ശരിയായ കുടുംബത്തിന്റെ ഉത്തരവാദിത്വം നിർവഹിക്കുന്ന ഒരപ്പൻ മക്കൾക്ക് വേണ്ടി സമ്പാദിക്കുകയാണോ, അതെയോ ആ കുടുംബത്തിൽ അപ്പന് വേണ്ടി മക്കൾ സമ്പാദിക്കുക? അപ്പനൊന്നും സമ്പാദിക്കുന്നില്ല, മക്കള് അപ്പന് വേണ്ടിയിട്ട് പിന്നീട് സമ്പാദിക്കും. ഏതാ ചെയ്യുന്നത്? ആ മക്കൾക്ക് വേണ്ടി അപ്പൻ സമ്പാദിക്കും. അങ്ങനെയാണെങ്കിൽ അപ്പൻ മക്കൾക്ക് വേണ്ടി സമ്പാദിക്കുകയാണെങ്കിൽ അപ്പന്റെ അടുത്തല്ലേ സമ്പാദ്യം മുഴുവനും ഇരിക്കണേ, അല്ലേ? അപ്പോൾ മക്കൾക്ക് ആവശ്യമുള്ളത് അപ്പൻ അപ്പോൾ തരും. മക്കൾ കൂട്ടിവെക്കേണ്ട ആവശ്യമുണ്ടോ? മക്കള് കൂട്ടിവെക്കാൻ തുടങ്ങിയാൽ അപ്പന്റെ കുടുംബത്തിൽ നിന്ന് അന്യമായി പോയില്ലേ? ശരിയല്ലേ? അപ്പൊ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നിങ്ങളും ഞാനും ദൈവമക്കളാണോ ദൈവജനമാണോ? ദൈവമക്കളാണെങ്കിൽ നമ്മൾക്ക് വേണ്ടി കരുതുന്നത് ആരാണ്? ആ ദൈവമാണ്. അതുകൊണ്ടാണ് കർത്താവ് അങ്ങനെ പറഞ്ഞത്, യേശു അങ്ങനെ പറഞ്ഞത്. എന്താ? നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് ഈ കാക്കകളെയും പോറ്റുന്നു, ഈ വയലിലെ ലില്ലിയെ അണിയിച്ചൊരുക്കുന്നു. അപ്പോൾ നിങ്ങളെ എത്ര അധികമായി, അല്ലേ? അല്പവിശ്വാസികളെ നിങ്ങളെ അവിടുന്ന് എത്രയധികം അലങ്കരിക്കുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. വീണ്ടും 32-32 വാക്യം പറയുന്നു, നിങ്ങൾക്കിവയെല്ലാം ആവശ്യമാണെന്ന് നിങ്ങളുടെ സ്വർഗീയ പിതാവ് അറിയുന്നു. നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക. സത്യത്തില് നമ്മളുടെ ഇന്നത്തെ ധനസമ്പാദനത്തിൽ ഈ രാജ്യവും നീതിയും ഉണ്ടോ? നമ്മൾ ദൈവത്തിന്റെ രാജ്യവും നീതിയും അന്വേഷിച്ച് അത് നടപ്പാക്കിയിട്ടാണോ ഈ സമ്പത്ത് വേണം സമ്പത്ത് വേണം എന്നുകൊണ്ട് നടക്കണേ? മനസ്സിലാകുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതോ നിങ്ങൾ എന്നെ ആക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലരൊക്കെ തല കൊണ്ടിട്ടിരിക്കണു, ചിലരൊക്കെ പുസ്തകത്തിൽ നോക്കിയിരിക്കണം. നിങ്ങൾ ഇപ്പം തന്നെ എല്ലാം പഠിച്ച് റെഡിയാക്കി ഇന്ന് തന്നെ ഞാൻ ജീവിച്ചൊക്കെ വരുള്ളൂ എന്നുള്ള രീതിയിൽ ഇരിക്കും. ചിലരൊക്കെ നോക്കുന്നു, ഈ പുള്ളി പറയണത് ഞങ്ങളുടെ ഉണ്ടോ, ഈ പുള്ളിക്ക് അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ട് ഈ പുള്ളി പറയണതാണോ എന്ന ചിന്തയിൽ ഇരിക്കുന്നു. ചിലരൊക്കെ ഒന്നും മനസ്സിലായില്ല, എന്തെങ്കിലും ആയിട്ട് പറഞ്ഞു പോട്ടെ എന്നുള്ള വിചാരം. എങ്ങനെയാണ് നിങ്ങളുടെ ഇരിപ്പൊന്ന്, നിങ്ങളുടെ മുഖം എനിക്ക് കണ്ടാലല്ലേ പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് പ്രിയമുള്ളവരെ,
റോമാലേഖനം, അടുത്തൊരു വചനം ഞാൻ നിങ്ങളോട് പറയാണ്. റോമാലേഖനം 2-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം നമ്മൾ ഇങ്ങനെ പറയുന്നു: സൽക്കർമ്മത്തിൽ സ്ഥിരതയോടെ നിന്ന് മഹത്വവും ബഹുമാനവും അക്ഷയത്വവും അന്വേഷിക്കുന്നവർക്ക് അവിടുന്ന് നിത്യജീവൻ പ്രദാനം ചെയ്യും. നമ്മളെല്ലാവരെയും നിത്യജീവനാ പറഞ്ഞു കൊടുക്കണം. മരിച്ച് അടക്കണ പാട്ടൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? മരിച്ചടക്കണ സമയത്ത് വീട്ടിൽ നിന്നൊക്കെ ഇറക്കുന്ന സമയത്ത് വീട്ടിൽ നിന്നൊക്കെ നമ്മളെ കൊണ്ടുപോകുന്ന സമയത്ത് നമ്മളെ ആശ്വസിപ്പിക്കുന്ന പാട്ടൊക്കെ പാടും. പോവുക സഹജ കരയരുതേ, നാഥൻ പ്രഭയിൽ പാർപ്പിക്കും, വഴി കാണിക്കും പറുദീസിൻ കാവൽ ക്രോവേ മാലാഖ. നിത്യജീവൻ ഒരാൾക്ക് കിട്ടണമെങ്കിൽ പൗലോസിലെ റോമാക്കാരോട് പറയുകയാണ്, ഇന്ന് നമ്മളോട് പറയുകയാണ്, സൽക്കർമ്മത്തിൽ സ്ഥിരതയോടെ നിന്ന് മഹത്വവും ബഹുമാനവും അക്ഷയത്വവും അന്വേഷിക്കുന്നവർക്ക് അവിടുന്ന് നിത്യജീവൻ പ്രദാനം ചെയ്യും. ഒന്നും കൂടി വായിച്ചു നോക്കി, എനിക്ക് മനസ്സിലാവുന്നുണ്ടോ? റോമാലേഖനം 2-ാം അധ്യായം. ആ നല്ല പ്രവൃത്തിക്ക് വേണ്ടുന്ന സ്ഥിരത കൊണ്ട് തേജസ്സും മാനവും അക്ഷയതയും അന്വേഷിക്കുന്നവർക്ക് നിത്യജീവനും. നിത്യജീവൻ എന്ന് പറഞ്ഞ് നിർത്തണം, പിന്നെ വേറെ അപ്പുറത്തേക്ക് പോണ്ട. അത് അടുത്ത വാക്യമാണ്. സൽക്കർമ്മത്തിൽ സ്ഥിരതയോടെ മഹത്വവും ബഹുമാനവും അക്ഷയത്വവും അന്വേഷിക്കുന്നവർക്ക് അവിടുന്ന് നിത്യജീവൻ പ്രദാനം ചെയ്യും. അപ്പൊ എന്തിനാണ് സ്ഥിരത വേണ്ടത്? സമ്പത്തിലാണോ സ്റ്റഡിയായിട്ട് നിൽക്കേണ്ടത്? അത് സൽക്കർമ്മത്തിലാണ്. സൽക്കർമ്മത്തിൽ സ്റ്റഡിയായിട്ട് നിന്നാൽ കയ്യിൽ നിന്ന് പോകും സമ്പത്ത്, ആ കയ്യിൽ നിന്ന് പോയിക്കൊണ്ടേ. ഇപ്പൊ സൽക്കർമ്മത്തിൽ സ്ഥിരതയില്ലാത്തതിന്റെ കാരണം എന്താ? നമ്മളൊക്കെ പറയില്ല, പണ്ടൊക്കെ ഒരുപാട് ദാനം ചെയ്തുകൊണ്ട് ഇപ്പൊ എന്തോ ഇല്ല, കൊടുക്കാൻ ഇല്ല, ഇല്ലാന്നിട്ടില്ല, അധികം വന്നില്ല. ചില ആളുകളെ കുറിച്ച് പറയും, ചുമ്മാ പറഞ്ഞ ബിസിനസ് ഒക്കെ തള്ളാണ്. പണ്ടിങ്ങനെ വാരി എടുത്തുകൊണ്ടിരുന്ന ഇപ്പൊ പറക്കി എടുക്കാനേ പറ്റുന്നുള്ളൂ. വാരി എടുത്തുകൊണ്ടിരുന്നപ്പോ എന്തുണ്ടായിരുന്നു? ധാരാളം ഉണ്ടായിരുന്നു. അപ്പൊ പറക്കി എടുത്തപ്പോ എണ്ണം കുറഞ്ഞു. എണ്ണം കുറയുന്നതിനാണ് എന്ത് പറഞ്ഞേ? ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, സൽകൃത്യങ്ങളിൽ സമ്പന്നരാകണമെങ്കിൽ പ്രിയമുള്ളവരെ, നമുക്കിനി അടുത്ത ഭാഗത്തേക്ക് ഒന്ന് പോകേണ്ടവർ. അത് ലൂക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 19 മുതൽ 31 വരെ വാക്യങ്ങളാണ്. അത് വായിച്ച് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കുറച്ചുകൂടി അറിവ് ഈ ഭാഗത്ത് കിട്ടും. അതിന് നമുക്കൊരു നിമിഷം നമ്മുടെ ഈ കേട്ട വചനങ്ങൾക്കനുസരിച്ച് നമ്മുടെ കണ്ണുകളൊന്ന് അടച്ച് പ്രാർത്ഥിക്കാം. ദൈവമേ, അവിടുന്ന് എന്നോട് അരുളി ചെയ്തു, ഒന്നിനെക്കുറിച്ചും ആകുലപ്പെടേണ്ട, വസ്ത്രത്തെക്കുറിച്ച്, ശരീരത്തെക്കുറിച്ച്, എന്ത് തിന്നുമെന്നും എന്ത് കുടിക്കുമെന്നും എന്ത് ധരിക്കുമെന്നും ആകുലപ്പെടേണ്ട. അതൊക്കെ ജാതികളാണ് അന്വേഷിക്കുന്നത്. നിങ്ങൾ ദൈവത്തിൻ്റെ മക്കളാണ്, സ്വർഗ്ഗസ്ഥനായ പിതാവ് നിങ്ങളെ കരുതുമെന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് ഇന്നവരെയും അങ്ങനെ ഒരു വിശ്വാസത്തിന്റെ പൂർണ്ണത്തിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. കർത്താവേ, ഞാൻ ഇപ്പോഴും എന്ത് തിന്നും എന്ത് കുടിക്കുമെന്നുള്ള ആകുലപ്പെട്ടുകൊണ്ടാണ് നടക്കുന്നത്. എൻ്റെ മനസ്സിൽ പലപ്പോഴും സാരഭാത്തിലെ വിധയെ പോലെ 2 അപ്പത്തിനുള്ള വകയുള്ളൂ എന്ന ധാരണയിലാണ് നടക്കുന്നത്. എൻ്റെ ദൈവം സമയാസമയങ്ങളിൽ എനിക്ക് ആവശ്യമായത് നൽകുമെന്നുള്ളൊരു ബോധം ഇന്ന് വരെ എനിക്ക് വന്നിട്ടില്ല. കർത്താവേ, ആ ബോധത്തിലേക്ക് എന്നെ നയിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകളാലും അനുഗ്രഹങ്ങളാലും ഈ വചന കേൾവി മൂലം എന്നെ സ്ഥിരപ്പെടുത്തണമേ. യേശുവിന്റെ പരിശുദ്ധ നാമത്തിൽ ചോദിക്കുന്നു. ഇവിടെ കേട്ടു തരുന്നവരാകണമേ. ഹല്ലേലൂയ.